മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജനുവരി 23-നാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് റിലീസ് ആകാൻ പോകുന്നത്. സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി എല്ലാ സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. ടർബോ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മമ്മൂട്ടി സിനിമ തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മമ്മൂട്ടി ആരാധകരും മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ചിത്രത്തിൻ്റെതായി ഒരു ടീസർ മുമ്പ് തന്നെ റിലീസായിരുന്നു. ആ ടീസർ യൂട്യൂബിൽ ട്രെൻഡിങ്ങുമായിരുന്നു. എങ്കിലും ഭൂരിഭാഗം പ്രേക്ഷകരും പ്രതീക്ഷിച്ച ഒരു ടീസർ ആയിരുന്നില്ല പുറത്തു വന്നത്. പക്ഷെ അതിനുശേഷം വന്ന ഓരോ പോസ്റ്ററുകളും ചിത്രത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ഉടൻ തന്നെ ചിത്രത്തിന് അടുത്തൊരു ടീസർ പുറത്തുവിടാനുള്ള പ്ലാനിലാണ് അണിയറ പ്രവർത്തകർ. മിക്കവാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ടീസർ പുറത്തു വരും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ആ ഒരു ടീസർ എങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടറിയാം. ഒരു ഇൻട്രസ്റ്റിംഗ് ഐറ്റം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ട്രെയിലറും ഉടൻ തന്നെ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത്. 1 മിനിറ്റ് 30 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു ട്രെയിലർ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട്. മിക്കവാറും ജനുവരി 17-ന് മുമ്പ് ട്രെയിലർ റിലീസിംഗ് ഉണ്ടാകും എന്നാണ് അറിഞ്ഞത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും മമ്മൂട്ടി കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ക്യാമറാമാൻ വിഷ്ണുവിന്റെ ഒരു ടോക്ക് വീഡിയോ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരുന്നു. ഓൺ സ്റ്റേജ് പ്രൊമോഷൻ പ്രോഗ്രാമും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പ്രോഗ്രാമും ഉടൻ ആരംഭിക്കും എന്നാണ് അറിഞ്ഞത്. മമ്മൂട്ടി ഇപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളുമായി ശ്രീലങ്കയിലാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മമ്മൂക്ക എത്തുമെന്നാണ് അറിഞ്ഞത്. മമ്മൂട്ടി ഉൾപ്പെടെ ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരുമായുള്ള മീഡിയ പ്രൊമോഷൻ പ്രോഗ്രാം ശ്രീലങ്കയിൽ വെച്ച് നടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മറ്റ് സിനിമകൾ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു കണ്ടന്റുള്ള ഐറ്റം തന്നെയാണ് എന്നാണ് അറിഞ്ഞത്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 33 മിനിറ്റ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ധാരാളം വ്യത്യസ്ത സിനിമകൾ തമിഴിൽ തന്നിട്ടുള്ള GVM-ൽ നിന്ന് വരുന്ന ആദ്യ മലയാള സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒരു മികച്ച സിനിമ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ DOP വിഷ്ണുവും, എഡിറ്റിംഗ് ആന്റണിയും, മ്യൂസിക് ദർബുക ശിവയും, സ്റ്റണ്ട് കലെ കിങ്സ്റ്റൺ, സുപ്രീം സുന്ദർ, സന്തോഷ് എന്നിവരുമാണ്. ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് കന്നഡ നടിയും പ്രശസ്ത മോഡലുമായ സുസ്മിത ഭട്ടാണ്. മലയാളത്തിൽ ഇങ്ങനൊരു ജോണറിൽ ഇറങ്ങിയ സിനിമകൾ വളരെ കുറച്ച് മാത്രമാണുള്ളത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് എത്തുന്നത്. അപ്രതീക്ഷിതമായി ഡൊമിനിക്കിന്റെ മുന്നിൽ എത്തുന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. പിങ്ക് പാന്തർ റെഫറൻസ് ആണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ തീം എന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ കുറ്റാന്വേഷണം വളരെ രസകരമായ നർമ്മത്തിലൂടെ കടന്നു പോകുന്ന രീതിയായിരിക്കും. ഇതൊരു മാസ് മസാല സിനിമയല്ല, പക്ഷേ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന, പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, ഫാമിലി പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് ഉറപ്പാണ്. GVM-ഉം മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും കൂടാതെ ABCD എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളായ സൂരജും നീരജും ഇവരൊക്കെ കൂടെ ചേരുമ്പോൾ ഒരു ഗംഭീര സിനിമ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ സിനിമാ പ്രേമികളും. 2025 ജനുവരിയിൽ റിലീസായ ടോവിനോ ചിത്രം ഐഡന്റിറ്റി സൂപ്പർ ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഐഡന്റിറ്റി 2025-ലെ ആദ്യ വിജയ ചിത്രമായിരിക്കുകയാണ്. ജനുവരിയിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ധാരാളം ചിത്രങ്ങൾ റിലീസാകാനുണ്ട്. കൂടാതെ 100 കോടി കടന്ന് മുന്നേറുന്ന മാർക്കോയും തിയേറ്ററുകളിലുണ്ട്. ജനുവരി 23-ന് റിലീസാകാൻ പോകുന്ന മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ കണ്ടന്റ് മേക്കിംഗും കിടിലനായാൽ 2025 ജനുവരിയിൽ തന്നെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ മമ്മൂട്ടി വക ഉണ്ടാകും എന്ന് ഉറപ്പാണ്. തുടർച്ചയായ 3 വർഷങ്ങളായി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ 2025-ലെ ആദ്യ ചിത്രവും ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.